വെൽക്കം ടു ലേൺ 24. അപ്പോൾ 6ാം ക്ലാസ്സിലെ മിടുക്കന്മാരും മെഡിക്കലും മാത്സ് 1ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ റെഡി അല്ലേ? എന്താണ് നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിന്റെ പേര്? ആംഗിൾസ്. കോണുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് ആംഗിൾസ്? കേട്ടിട്ടുണ്ടോ ആംഗിൾസ് എന്ന്? കേട്ടിട്ടില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട. നമ്മൾ ഈ ചാപ്റ്ററിലൂടെ എന്താണ് ആംഗിൾസ് എന്നും എന്തിനാണ് ആംഗിൾസ് യൂസ് ചെയ്യുന്നതെന്നും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ മിസ്സിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിൻ്റെ എക്സാം പോയിന്റ് എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്കും ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് പുറമെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം പഠിക്കാൻ പറ്റുന്ന എക്സാം പോയിന്റ് എന്ന് പറയുന്ന ബുക്ക് യൂസ് ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ചാപ്റ്റർ 1 ആംഗിൾസ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ആംഗിൾ മെഷർ ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആംഗിൾ മെഷർ ചെയ്യുന്നത് എന്തായാലും നമുക്ക് എന്തുണ്ടാവും? ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. Measure of an angle. The device in your geometry box to measure angle of different sizes. It is called protractor. അതായത് നമുക്ക് തരുന്ന അളവുകളിൽ നമുക്ക് കോണുകൾ വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. ഈ പ്രൊട്രാക്ടറിനെ നമുക്ക് മലയാളത്തിൽ കോൺ മാപിനി എന്നും പറയാം. ഇനി നമുക്ക് പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പും പ്രൊട്രാക്ടറിൻ്റെ മെഷർമെൻറ്റും ഒക്കെ നോക്കാം. എന്താണ് പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്? ഒരു സെമി സർക്കിൾ, ഒരു അർദ്ധവൃത്തത്തിൻ്റെ രീതിയിലാണ് എന്ത് നമ്മുടെ പ്രൊട്രാക്ടർ ഇരിക്കുന്നത്. ഇനി പ്രൊട്രാക്ടറിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ്? പ്രൊട്രാക്ടറിന് ഒരു ബേസ് ഉണ്ട്, അല്ല ഒരു ബേസ് ലൈൻ. പിന്നെ എന്താണ്? പ്രൊട്രാക്ടറിന് ഒരു സെൻറ്റർ പോർഷൻ ഉണ്ട്. ഈ സെൻറ്റർ പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഒറിജിൻ. അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം എങ്ങനെയാണ്? 0 തുടങ്ങി 10, 20, 30 എന്ന രീതിയിൽ 180 വരെ, അതായത് 0 തുടങ്ങി 180 വരെ രണ്ട് രീതിയിലും, അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും എന്താണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഏരിയ, പെരിമീറ്റർ, അതേപോലെ ഡിസ്റ്റൻസ്, ഇതിനൊക്കെ എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ആംഗിളിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ഡിഗ്രി നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു എക്സ് എന്ന് പറയുന്ന ആംഗിളാണ്. അതിന് നമ്മൾ ഡിഗ്രി ക്രമത്തിൽ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. എക്സ് ഡിഗ്രി എന്നാണ് ഇതിന് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് എങ്ങനെയാണ് ആംഗിളിൻ്റെ പേരൊക്കെ വരുന്നത് എന്ന് നോക്കാം. നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ നമുക്ക് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. എന്തൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്? നമുക്കൊന്ന് നോക്കിയാലോ. ഏതാണ് ആദ്യത്തെ ഇൻസ്ട്രുമെൻറ്റ്? റൂളർ അല്ലേ? നമ്മൾ എന്താണ് അതിന് പൊതുവെ പറയുക? സ്കെയിൽ എന്ന് പറയും. എന്തിനാണ് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യുന്നത്? നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ, അതായത് ഒരു 5 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു 7.5 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കുക. ഈ കേസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുക? നമ്മുടെ റൂളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അടുത്ത ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ട്രയാങ്കിൾ ഷേപ്പിലുള്ള 3 സൈഡ്സ് ഉള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള 2 സെറ്റ് സ്ക്വയർസ് ആണ് നമ്മുടെ ജോമെട്രി ബോക്സിലുള്ളത് അല്ലേ? ഈ സെറ്റ് സ്ക്വയർസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ചിട്ടില്ലേ? അപ്പോൾ നോക്കിയേ, ഇവിടുത്തെ ആ 2 സർക്കിൾസ് കാണിച്ചിട്ടില്ലേ? ആദ്യത്തെ സർക്കിൾ നോക്കിയേ. ആദ്യത്തെ സർക്കിളിൽ ഒരു 4 ഈക്വൽ പോർഷനായിട്ട് ആ സർക്കിളിനെ ഡിവിഷൻ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ സർക്കിളിലോ 8 ഈക്വൽ പോർഷനായിട്ട് ഡിവിഷൻ ചെയ്തിരിക്കുന്നു. എന്ത് യൂസ് ചെയ്തിട്ട്? ഇതിലേത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് വരച്ചിട്ടുണ്ടാവുക? അതായത് നമ്മുടെ സെറ്റ് സ്ക്വയർസിൽ എങ്ങനെയാണ്? 3 കോർണേഴ്സ് വെച്ചിട്ടാണ് 2 സെറ്റ് സ്ക്വയർസിലും ഉള്ളത്. അപ്പോൾ ഈ കോർണേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ സർക്കിളിൽ ഡിവിഷൻ വരച്ചിരിക്കുന്നത്. ഇനി നാലാമതായിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഈ ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ ഇൻസ്ട്രുമെൻ്റ്? എന്താണ് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ഒരു നായകനെ നമ്മൾ കണ്ടല്ലേ? ആരാണ് നമ്മുടെ നായകൻ? നമ്മുടെ പ്രൊട്രാക്ടർ. അപ്പോൾ ഈ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ആംഗിൾ മെഷർ ചെയ്യുക എന്ന് കണ്ടാലോ? അതിനു മുൻപ് എങ്ങനെയാണ് ഒരു ആംഗിൾ വരുന്നത് എന്ന് നോക്കിയാലോ? അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന മറ്റൊരു ലൈൻ കൺസിഡർ ചെയ്യുക. ഈ 2 ലൈനുകൾ തമ്മിലുള്ള ഈ ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏരിയ, പെരിമീറ്റർ ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമ്മളൊരു യൂണിറ്റും പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആംഗിളിനും ഒരു യൂണിറ്റ് ഉണ്ട്. ആംഗിളിൻ്റെ യൂണിറ്റ് ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെഷർ ചെയ്തൊരു ആംഗിൾ ഒരു എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് ഡിഗ്രി ഫോമിൽ എഴുതുക? എക്സ് ഡിഗ്രി. ഈ ഒരു ഫോമിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ആംഗിൾ എഴുതുന്നത്, നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ആംഗിൾ വരച്ചിരിക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ? നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ആംഗിൾ നമ്മുടെ പ്രൊട്രാക്ടർ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? പ്രൊട്രാക്ടറിന് ഒരു ബേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രൊട്രാക്ടറിൻ്റെ ബേസും നമ്മുടെ ഈ ആംഗിളിൻ്റെ ബേസും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടറിനെ പ്ലേസ് ചെയ്യണം. പിന്നീട് നമ്മുടെ ആംഗിളിൻ്റെ ലൈൻ ഏതാണ്? ഇതാണ് നമ്മുടെ ആംഗിളിൻ്റെ ലൈൻ. ഈ ലൈൻ വരുന്ന ഈ ഒരു മെഷർ എത്രയാണ്? അത് 90 ഡിഗ്രി.
നമ്മുടെ പ്രൊട്രാക്ടറിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ സ്കെയിലിലൊക്കെ എങ്ങനെയാണ് മെഷർമെന്റ് നോക്കുക? 1 2 3 അങ്ങനെയല്ലേ നമ്മൾ സ്കെയിലിൽ നോക്കുന്നത്? നമ്മുടെ പ്രൊട്രാക്ടറിൽ എങ്ങനെയാണ് 10 20 30, അതായത് 10 കൂടി പോകുന്ന രീതിയിലാണ് പ്രൊട്രാക്ടറിലെ അളവുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് ആംഗിൾ വന്നത്? 90 ഡിഗ്രി. ഈ 90 ഡിഗ്രിന് നമ്മളൊരു പേര് പറയും. എന്താണ്? റൈറ്റ് ആംഗിൾ. ഈ റൈറ്റ് ആംഗിളിനെ നമ്മൾ മലയാളത്തിൽ എന്താണ് പറയുന്നത്? മട്ടകോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം 90 ഡിഗ്രിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മട്ടകോൺ എന്ന്. ഓക്കെ, ഇനി 90 ഡിഗ്രിനേക്കാളും താഴെയുള്ള ആംഗിൾ, ആ ആംഗിൾസിനെ പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. ഈ അക്യൂട്ട് ആംഗിളിനെ നമ്മൾ മലയാളത്തിൽ പറയും എന്താണ്? ന്യൂനകോൺ. ഓക്കെ, അപ്പം നമ്മൾ 90 ഡിഗ്രി പഠിച്ചു, 90 ഡിഗ്രിക്ക് താഴെയുള്ളത് പഠിച്ചു. അപ്പോൾ എങ്ങനെയായാലും എന്തുണ്ടാവും? 90 ഡിഗ്രിക്ക് മുകളിൽ വരുന്ന ആംഗിൾസും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് 130 ഡിഗ്രി തന്നേക്കാണ്. അതെന്താണ്? 90 ഡിഗ്രിനേക്കാളും മുകളിൽ വരുന്ന ഒരു ആംഗിളാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിളിനെ മലയാളത്തിൽ പറയുന്ന പേരാണ് എന്ത്? ബൃഹത് കോൺ. എന്താണ്? ബൃഹത് കോൺ. ഓക്കെ, അപ്പം നമ്മൾ 3 രീതിയിൽ വരുന്ന ആംഗിൾസിൻ്റെ നെയിമിംഗ് ആണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഹീറോനെ പരിചയപ്പെട്ടില്ലേ? ആരാണ് നമ്മുടെ ഹീറോ? നമ്മുടെ പ്രൊട്രാക്ടർ. ഈ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ആംഗിൾ മെഷർ ചെയ്യാം എന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. മെഷർ ഓൾ ദ ആംഗിൾ ബിലോ ആൻഡ് റൈറ്റ് നെയിംസ് ആൻഡ് സൈസ് ഇൻ ഡിഗ്രീസ് ബിലോ ഈച്ച്. താഴെ കാണുന്ന ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എഴുതണം, കൂടെ എന്ത് എഴുതണം? നെയിം. അതായത് പുതിയൊരു കാര്യമാണ്, ആംഗിളിൻ്റെ പേര് എങ്ങനെ എഴുതാം എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ ആംഗിള്? ഇതാണ് നമ്മുടെ ആംഗിൾ. ഈ ആംഗിൾ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ പ്രൊട്രാക്ടർ എടുത്തു. ഇതാണ് എന്ത്? നമ്മുടെ പ്രൊട്രാക്ടർ അല്ലേ? ഈ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യണത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്തു. എത്രയാണ് നമ്മുടെ ആംഗിൾ വരുന്നത്? എത്രയാണ് നമ്മുടെ ആംഗിൾ വന്നത്? 60 ഡിഗ്രി. എല്ലാവർക്കും കിട്ടിയോ 60 ഡിഗ്രി? എല്ലാവരും കയ്യിലുള്ള പ്രൊട്രാക്ടറൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആംഗിൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ആ ആംഗിൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇനി എന്താണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്? നെയിം അല്ലേ? റൈറ്റ് നെയിംസ് എന്നും കൂടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നെയിം എഴുതണമല്ലോ. എങ്ങനെയാണ് നെയിം എഴുതുക? ആംഗിൾ. നമ്മൾ മാത്സിൽ ആംഗിളിന് കൊടുക്കുന്ന നൊട്ടേഷനാണ് എന്ത്? ഈ ഒരു സൈൻ, ആംഗിൾ. എങ്ങനെയാണ് പേര് എഴുതാ? നോക്കിക്കേ, ഇവിടെ ലെറ്റേഴ്സ് കാണാല്ലേ? ABC എന്നുള്ളൊരു രീതിയിൽ ലെറ്റേഴ്സ് കാണാം. ടോപ്പിൽ വന്നിരിക്കുന്ന A ആദ്യം എഴുതാണ് മിസ്. ഓക്കെ, ഇനി അടുത്തത് സെൻറ്റർ പോർഷനിൽ എഴുതേണ്ട ലെറ്റർ ആണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മുടെ ആംഗിൾ ഏതാണ്? ഇതാണ് നമ്മുടെ ആംഗിൾ. അതായത് ഈ കോർണറിനോട് ചേർന്ന് വന്നിരിക്കുന്ന ഈ ഒരു ലെറ്റർ B എന്ന് പറഞ്ഞ ലെറ്റർ ആണ് എന്ത് വരുന്നത്? സെൻറ്റർ പോർഷനിൽ വരേണ്ടത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഏത് ലെറ്ററാ ബാക്കിയുള്ളൂ? C. അപ്പോൾ ആംഗിൾ ABC ഈക്വൽ ടു എത്ര കിട്ടി? 60 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംഗിളിന് പേര് വിളിക്കുന്നത്. ഈ ഒരു പേര് മാത്രമല്ല ഈ ആംഗിളിനുള്ളത്, ഒരു ചെല്ല പേര് കൂടി ഉണ്ട്. ഏതാണ് ആ പേരെന്ന് നോക്കിയാലോ? ആംഗിൾ CBA. നോക്കിക്കേ, എന്താണ് അതിലൊരു വ്യത്യാസം? ഈ C ഫസ്റ്റത്തേക്ക് വന്നു, ഈ A ലാസ്റ്റത്തേക്ക് വന്നു. B എങ്ങനെയാണ്? സെൻറ്റർ പോർഷനിൽ തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആംഗിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ കോർണറിൽ വരുന്ന ഈ ഒരു ലെറ്റർ എവിടെ വരണം? സെൻറ്റർ പോർഷനിൽ വരണം. ബാക്കി ലെറ്റേഴ്സൊക്കെ എവിടെ തന്നെയാണ് വരേണ്ടത്? ഷഫിൾ ചെയ്ത് വന്നാലും പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആംഗിളിൻ്റെ പേര് എഴുതുന്നത്. ഇനി അടുത്തതായിട്ട് പുതിയത് വേറൊരു ആംഗിളിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നോക്കിക്കേ, കുറച്ചും കൂടി ആംഗിൾ കൂടുതലുള്ള മാതിരി തോന്നുന്നുണ്ടോ? നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പേര് എഴുതുന്നത് എന്നൊക്കെ നോക്കിയാലോ. ഏതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആംഗിൾ? ഈ ബേസിൽ കിടക്കണ ഈ ഒരു ആംഗിൾ മിസ് എടുക്കാണ്. ഈ ആംഗിൾ എത്രയാണെന്ന് എന്ത് ചെയ്യണം? നമുക്ക് മെഷർ ചെയ്യണം. എങ്ങനെ മെഷർ ചെയ്യാം? പ്രൊട്രാക്ടർ, നമ്മുടെ ഹീറോനെ എടുത്തു. ഈ പ്രൊട്രാക്ടർ വെച്ച് എന്ത് ചെയ്യുന്നു? ഈ ആംഗിൾ മെഷർ ചെയ്തു. എത്ര വന്നു നമ്മുടെ ആംഗിൾ? 30 ഡിഗ്രി. കിട്ടിയോ 30 ഡിഗ്രി? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പേര് എഴുതാം? ആംഗിൾ. അതായത് ഈ ലൈൻ, ഈ 2 ലൈൻസ് കൂടി ഇന്റർസെക്റ്റ് ചെയ്ത് വന്നതാണ് എന്ത്? നമ്മുടെ 30 ഡിഗ്രി. അപ്പോൾ ഏതൊക്കെ എഴുതേണ്ടത് പേര്? T. ആംഗിളിനോട് ചേർന്ന് വരുന്നത് YZ ഈക്വൽ ടു എത്രയാണ്? 30 ഡിഗ്രി. ഇതേപോലെ തന്നെ നമുക്ക് ഇനിയും ഒരു ആംഗിൾ ഉണ്ടല്ലോ. എവിടെയാണ്? ഇതിൻ്റെ ടോപ്പിൽ അല്ലേ? ഇതും എന്താണ്? ആ ഒരു ഡയഗ്രത്തിലുള്ള ആംഗിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു. പ്രൊട്രാക്ടർ കുറച്ച് ചെരിച്ച് വെക്കണം അല്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാൽ നമുക്ക് ആംഗിൾ കിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കി. എത്ര കിട്ടി നമുക്ക്?
എത്രയാണ് കിട്ടിയത്? 20 ഡിഗ്രി. അപ്പോൾ എത്രയാണ് ആ ആംഗിൾ കിട്ടിയത്? 20 ഡിഗ്രി. ഇനി അതിൻ്റെ പേര് എങ്ങനെ എഴുതാം? ആംഗിൾ. എങ്ങനെയാണ് എഴുതാം? എക്സ് വൈ ടി. എത്രയാണ്? 20 ഡിഗ്രി. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടും കൂടി വന്നിട്ടുണ്ടാവും, ഒരു ആംഗിളും കൂടി ഇതിൽ വരില്ലേ? ഏതാണ് ആ ആംഗിൾ? ടോട്ടലായിട്ടൊരു ആംഗിൾ ഉണ്ട് അല്ലേ? ഇത് മൊത്തത്തിൽ കൂട്ടിയിട്ടൊരു ആംഗിൾ ആക്കിക്കൂടെ? അതെ. അപ്പോൾ അത് മൊത്തത്തിൽ കൂട്ടി നമുക്കൊരു ആംഗിൾ ആക്കാം. അതിൻ്റെ ലൈൻ ഇൻ്റർസെക്ഷൻ ഏതാണ് വരുന്നത്? ഈ രണ്ട് ലൈൻസും കൂടി ഇൻ്റർസെക്ട് ചെയ്തിട്ടാണ് ആ വലിയ ആംഗിൾ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആംഗിളിൻ്റെ പേര് എഴുതുന്നത്? ആംഗിൾ എക്സ് വൈ സി. എത്രയാണ് വന്നത്? അതായത് ടോപ്പിൽ 20 ഉണ്ട്, ബേസിൽ 30 ഉണ്ട്. രണ്ടും കൂടെ കൂടി വരുന്ന ആംഗിൾ അല്ലേ അത്? അപ്പോൾ എന്ത് എഴുതാം? 20 ഡിഗ്രി പ്ലസ് എത്രയാണ്? 30 ഡിഗ്രി. എത്ര വരും? 50 ഡിഗ്രി. മനസ്സിലായോ എങ്ങനെയാണ് ആംഗിളിൻ്റെ നെയിം കൊടുക്കുന്നത് എന്ന്? മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് നമുക്ക് ആംഗിളിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്തതായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് റെഗുലർ പൊളിഗൺസിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ? മെഷർ ആൻഡ് റൈറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ഫിഗർ ബിലോ. താഴെ തന്നിരിക്കുന്ന ഈ ഫിഗറിൻ്റെ ഒക്കെ എല്ലാ ആംഗിളും എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. എന്ത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്തത്? പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമുക്ക് എത്രയാണ് അതിൻ്റെ ആംഗിൾ എന്നൊന്ന് നോക്കിയാലോ? ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ മെഷർ ചെയ്തപ്പോൾ എത്ര ഡിഗ്രി വെച്ചാണ് നമുക്ക് വരുന്നത്? 60 ഡിഗ്രി. അതായത് എല്ലാ ആംഗിളും ഈ ട്രയാങ്കിളിനെ മെഷർ ചെയ്തപ്പോൾ പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യണം. മിസ് ഇപ്പോൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ വെച്ച് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 60 ഡിഗ്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ കേസിൽ 60 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണല്ലേ? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് നോക്കുമ്പോൾ എത്ര ഡിഗ്രിയാണ് വരുന്നത്? 90 ഡിഗ്രി. അതേപോലെ തന്നെ അടുത്ത ആംഗിൾ എത്ര തന്നെയാണ് വരുന്നത്? 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ കേസിൽ എല്ലാ ആംഗിളും എന്താണ്? 90 ഡിഗ്രി. ഇതെല്ലാം ഈ പൊളിഗൺസ് എല്ലാം റെഗുലർ പൊളിഗൺസ്, അതായത് ഈക്വൽ ആംഗിളും ഈക്വൽ സൈഡായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ ആംഗിളും സെയിം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? 5 സൈഡ് ഉണ്ട്. 5 സൈഡുള്ള പൊളിഗൺ നമ്മൾ പറയുന്ന പേര് എന്താണ്? പെൻറ്റഗൺ എന്നാണ്. ഈ പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തപ്പോൾ, അതായത് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുമ്പോൾ എത്രയായിരിക്കും നമുക്ക് വരുന്നത്? 108 ഡിഗ്രിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നത് 108 ഡിഗ്രി 108 ഡിഗ്രി. ഇതാണ് ഒരു പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അടുത്തത് എന്താണ്? 6 സൈഡ് ഉണ്ട്. 6 സൈഡുള്ള പൊളിഗനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഹെക്സഗൺ എന്നാണ്. ഹെക്സഗണിൻ്റെ ഒരു ആംഗിൾ എത്രയാണ്? പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ എത്രയാണ് മെഷർ കിട്ടുന്നത്? 120 ഡിഗ്രി 120 ഡിഗ്രിയാണ് ഓരോന്നും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും കിട്ടിയോ? ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറിൽ നിങ്ങളുടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്തപ്പോൾ ഈ കാണുന്ന ആംഗിൾസ് എല്ലാം കിട്ടിയോ? അപ്പോൾ ഇങ്ങനെയാണ് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി ഒരു ആംഗിൾ തന്നാൽ എങ്ങനെ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് വരയ്ക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യുന്നത് എന്ന് കണ്ടു. ഇനി നമ്മളൊരു ആംഗിൾ എങ്ങനെ വരയ്ക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഡ്രോയിങ് ആൻഡ് ആംഗിൾസ്. നോക്കിക്കേ, അവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ആംഗിൾ വരയ്ക്കണം. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും, ഇപ്പം നമ്മളൊരു വീട് പണിയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം പണിയുന്നത്? ആ വീടിൻ്റെ തറയായിരിക്കും ആദ്യം പണിയുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു പിക്ചറിലും ആദ്യം വരയ്ക്കേണ്ടത് എന്താണ്? ബേസ്. ഇവിടെ എന്താണ് ബേസ് എന്ന് പറയുന്നത്? AB എന്ന് പറഞ്ഞ ലൈനാണ്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള റൂളർ, സ്കെയിൽ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. AB എന്ന സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി എന്താണ്? നമുക്ക് 40 ഡിഗ്രി ആംഗിൾ ആണ് വരയ്ക്കേണ്ടത്. നമുക്ക് 40 ഡിഗ്രി ആംഗിൾ വരയ്ക്കാൻ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ പ്രൊട്രാക്ടർ വേണം അല്ലേ? നമുക്ക് നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടർ എടുത്തു. പ്രൊട്രാക്ടർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ കണ്ടു അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ മെഷർ ചെയ്യാം? എത്ര ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്? 40 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ നോക്കാം? 0, 10, 20, 30, 40. ഇവിടെയാണ് എന്ത്? നമ്മുടെ 40 ഡിഗ്രി വരുന്നത്. ഓക്കെ, ആ 40 ഡിഗ്രിയുടെ അവിടെ ഒരു ഡോട്ട് ഇടാം. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ റൂളർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ഈ പോയിന്റ് എയിലേക്ക് എന്ത് ചെയ്യാം? ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് എന്ത്?
നമ്മുടെ 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ. ഈ ആംഗിളിന്റെ നെയിം എങ്ങനെ കൊടുക്കാം? ആംഗിൾ CAB ഈക്വൽ ടു എത്രയാണ്? 40 ഡിഗ്രി. ഇനി ഈ ആംഗിളിന് വേറൊരു പേര് ഉണ്ടല്ലോ. എന്താണ് ആ പേര്? ആംഗിൾ BAC ഈക്വൽ ടു 40 ഡിഗ്രി. ഈ ഒരു രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്ന പിക്ചർ അനുസരിച്ചിട്ട് മെഷർ ചെയ്ത് ആംഗിൾ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മെഷർ ചെയ്ത് വരയ്ക്കാൻ പറ്റിയ മറ്റൊരു പിക്ചർ നോക്കാം. നോക്കിക്കേ, ഇവിടെ നമുക്ക് 5 സെന്റിമീറ്റർ ബേസ് തന്നിട്ടുണ്ട്, ഒരു 30 ഡിഗ്രി തന്നിട്ടുണ്ട്, ഒരു 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്താ വരയ്ക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന മെഷർമെന്റ് ബേസ് എത്രയാണ്? 5 സെന്റിമീറ്റർ. എങ്ങനെ നമുക്കൊരു 5 സെന്റിമീറ്റർ വരയ്ക്കാം? നമ്മൾ എന്താണ് 5 സെന്റിമീറ്റർ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്? നമ്മുടെ റൂളർ. അപ്പം മിസ്സിന്റെ റൂളർ എടുത്തു കേട്ടോ. ഓക്കെ, എത്ര സെന്റിമീറ്റർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്? 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ നമ്മൾ റൂളറിൽ മാർക്ക് ചെയ്യാണ്. ഇതാണ് 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 5 സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ 5 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? 30 വരയ്ക്കണം, 90 ഡിഗ്രി വരയ്ക്കണം. ലെഫ്റ്റ് സൈഡിലാണ് എന്ത് വന്നിരിക്കുന്നത്? 30 ഡിഗ്രി വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് 30 ഡിഗ്രി വരയ്ക്കുന്നത്? നമ്മുടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് 30 ഡിഗ്രി വരയ്ക്കുന്നത്. ഓക്കെ, പ്രൊട്രാക്ടർ എടുത്തു, പ്രൊട്രാക്ടർ ലെഫ്റ്റ് സൈഡിൽ വെച്ചു. ഇനി എത്ര ഡിഗ്രിയാണ് വേണ്ടത്? 30 ഡിഗ്രി. 0, 10, 20, 30. ഇവിടെയാണ് എന്ത് വരുന്നത്? നമ്മുടെ 30 ഡിഗ്രി. ആ 30 ഡിഗ്രിയുടെ അവിടെ എന്ത് ചെയ്യണം? ഒരു ഡോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത്? നമ്മൾ ഒരു റൂളർ യൂസ് ചെയ്തിട്ടാണ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത്. ഈ പോയിന്റിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നല്ല നീളത്തിൽ ചെറുതാക്കി വരയ്ക്കരുത്. നമുക്കിനി എന്ത് ചെയ്യണം? 90 ഡിഗ്രി വരയ്ക്കണം. അപ്പോൾ 30 ഡിഗ്രി വരച്ചു. ഇത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? 90 ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത്. 90 ഡിഗ്രി വരയ്ക്കാൻ നമുക്ക് എന്ത് വേണം? നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തു. ഈ ലൈനിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗത്ത് പ്രൊട്രാക്ടറിൻ്റെ ഒറിജിൻ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് എത്ര ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത്? 90 ഡിഗ്രി വരയ്ക്കണം. ഓക്കെ, ഏതാണ് നമ്മുടെ 90 ഡിഗ്രി? ഇവിടെ നോക്കിയേ, 0, 10, 20, 30, 40, 50, 60, 70, 80, 90. ഇവിടെയാണ് നമ്മുടെ 90 വരുന്നത്. ആ 90 വരുന്ന പോർഷൻ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഇനി എന്ത് വരയ്ക്കണം? നമുക്ക് എന്ത് വരയ്ക്കണം? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. നമ്മുടെ സ്കെയിൽ യൂസ് ചെയ്ത് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതാണ് എന്ത്? നമ്മുടെ 90 ഡിഗ്രി എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പിക്ചർ. അപ്പം നമുക്ക് ഏതൊരു രീതിയിൽ എത്ര ആംഗിൾ തന്നോട്ടെ, എത്ര റൂളർ സ്കെയിൽ മെഷർമെൻറ്റ് തന്നോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ വരയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫിഗർ. ഈ ഫിഗറിൽ കാണുന്ന രീതിയിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫിഗർ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം? ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് വരയ്ക്കാം? ഈ 6 സെൻറ്റിമീറ്റർ വരയ്ക്കാം. 6 സെൻറ്റിമീറ്റർ എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമ്മുടെ സ്കെയിൽ എടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കെയിൽ. ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കണം? 6 സെൻറ്റിമീറ്റർ. സ്ട്രെയിറ്റ് ലൈനാണ് വരയ്ക്കേണ്ടത്. 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് 6 സെൻറ്റിമീറ്റർ. ഇനി നോക്കിക്കേ, എങ്ങനെയാണ് ആംഗിൾ വന്നിരിക്കുന്നത്? 20 ഡിഗ്രി ടോപ്പിലുണ്ട്, 20 ഡിഗ്രി, 20 ഡിഗ്രി, 20 ഡിഗ്രി എന്നുള്ള രീതിയിലാണ്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോപ്പ് ഭാഗത്തേക്കുള്ള 20 ഡിഗ്രി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മെഷർ ചെയ്ത് വരയ്ക്കാം. അതിനായിട്ട് എന്ത് വേണം? നമുക്ക് പ്രൊട്രാക്ടർ വേണം. പ്രൊട്രാക്ടർ എടുത്ത് ലെഫ്റ്റ് പോർഷനിലാണ് ആദ്യം മിസ് വെക്കുന്നത്. പ്രൊട്രാക്ടർ എടുത്ത് എന്ത് ചെയ്യുക? 20 ഡിഗ്രി, 0, 10, 20. ഇതാണ് നമ്മുടെ 20 ഡിഗ്രി. ഈ 20 ഡിഗ്രി സ്ട്രെയിറ്റ് ലൈൻ എന്ത് ചെയ്യണം? നമ്മൾ വരയ്ക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ 20 ഡിഗ്രി എന്ന് പറയുന്നത്. 20 ഡിഗ്രി. ഓക്കെ, ഇതേപോലെ തന്നെ റൈറ്റ് പോർഷനിൽ എന്താണ്? 20 ഡിഗ്രി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും നമ്മുടെ പ്രൊട്രാക്ടർ എടുത്ത് റൈറ്റ് സൈഡിൽ വെച്ചു. എന്നിട്ട് എവിടെ തുടങ്ങിയാണ് എണ്ണേണ്ടത്? അത് നമ്മൾ ശ്രദ്ധിക്കണം. എവിടെ തുടങ്ങിയാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്? 0, 10, 20. എവിടെയാണ് നമ്മുടെ 20 വന്നിരിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ 20 വന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? അവിടെയും നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ റൂളർ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം?
സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇതാണ് നമ്മുടെ അടുത്ത 20 ഡിഗ്രി. ഇനി എന്താണ്, താഴെ കാണുന്നുണ്ടല്ലേ 2 20 ഡിഗ്രി. അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ എങ്ങനെയാണ് വെക്കുക? നമ്മുടെ ഈ പ്രൊട്രാക്ടർ നമ്മൾ ഇത്രയും നേരം സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് താഴേക്ക് ട്വിസ്റ്റ് ചെയ്യാം. അതേപോലെ ഇങ്ങനെ മുകളിൽ നമ്മൾ എങ്ങനെ മെഷർ ചെയ്തോ അതേപോലെ തന്നെ താഴെ പോർഷനിൽ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊട്രാക്ടർ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആംഗിൾ മെഷർ ചെയ്യുക. 0, 10, 20. ഇവിടെയാണ് നമ്മുടെ 20 വരുന്നത്. 20 വരച്ചു, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, അടുത്ത 20. ഇവിടെയാണ് നമ്മുടെ അടുത്ത 20 ഡിഗ്രി വരുന്നത്. ഇതാണ് നമ്മുടെ 20 ഡിഗ്രി എന്ന് പറയുന്നത്. അവിടെയും എന്ത് ചെയ്യണം, നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, എന്ത് ചെയ്യണം, അവിടെ മാർക്ക് ചെയ്യണം 20 ഡിഗ്രി 20 ഡിഗ്രി. ഓക്കെ, നമ്മുടെ പിക്ചർ ആയില്ലേ? നമ്മൾ 6 സെൻറ്റിമീറ്റർ വരച്ചു, 20 ഡിഗ്രി 20 ഡിഗ്രി 20 ഡിഗ്രി 20 ഡിഗ്രി. ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഫിഗർ കംപ്ലീറ്റ് ആക്കി. ഇങ്ങനെയാണ് തന്നിരിക്കുന്ന ഫിഗർ മെഷർമെൻറ്റ് രൂപേണ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം. അതായത് നമ്മളൊരു സർക്കിളിൻ്റെ കേസ്, അതായത് സർക്കിളിനെ നമ്മൾ ഡിവിഷൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് ഡിവിഷൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിവിഷൻ രൂപേണ നമുക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന് നമുക്ക് പാർട്ടീഷൻ, ഫ്രാക്ഷൻ രൂപേണ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സർക്കിൾ ഡിവിഷൻ. ടോട്ടൽ ആംഗിൾ ഓഫ് എ സർക്കിൾ ഈസ് 360 ഡിഗ്രി. അതായത് ഒരു സർക്കിളിൻ്റെ കേസിൽ ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. എല്ലാവർക്കും അറിയാലോ, ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി. ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി. അതായത് ഒരു പോയിന്റ്, ഇപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് വരച്ചെന്നു. ഈ പോയിന്റിൻ്റെ ചുറ്റുമുള്ള ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി. ഈ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്നത് ക്യാൻ യു ഡ്രോ ആംഗിൾ ഓഫ് സൈസസ് ഗിവൺ ബിലോ യൂസിങ് സെറ്റ് സ്ക്വയേഴ്സ്. സെറ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 75 ഡിഗ്രി വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സെറ്റ് സ്ക്വയർ, നമ്മുടെ കയ്യിൽ എത്ര സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ട്? 2 ടൈപ്പ് ഓഫ് സെറ്റ് സ്ക്വയേഴ്സ് ആണ് നമ്മുടെ ജോമെട്രി ബോക്സിലുള്ളത്. എത്രയൊക്കെയാണ് ആംഗിൾ വരുന്നത്? നമ്മുടെ സെറ്റ് സ്ക്വയർ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഒരു സെറ്റ് സ്ക്വയർ ഈ ഒരു മോഡലിലാണ് നമ്മുടെ ഒരു സെറ്റ് സ്ക്വയർ വരുന്നത്. അടുത്ത സെറ്റ് സ്ക്വയർ വരുന്നത് ഈ ഒരു മോഡലിലാണ് അടുത്ത സെറ്റ് സ്ക്വയർ വരുന്നത്. ഇതിൻ്റെ എല്ലാം ആംഗിൾ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയാലോ. ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ഈ കുഞ്ഞ് ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. ഇതാണ് ഒരു സെറ്റ് സ്ക്വയറിൽ വരുന്ന ആംഗിൾ. അടുത്ത സെറ്റ് സ്ക്വയറിൽ വരുന്ന ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി. ഈ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. ഈ ആംഗിളോ 45 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് സ്ക്വയറിൽ വരുന്ന ആംഗിൾ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എത്ര ആംഗിളാ? 75 ഡിഗ്രിയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ സെറ്റ് സ്ക്വയറിൽ 75 ഡിഗ്രി ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ 75 വരയ്ക്കാം? ഏതൊക്കെയുണ്ട്? 30, 60, 90, 90, 45, 45. ഇതിൽ ഏതൊക്കെ ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 75 വരുന്നത് എന്ന് നോക്കാം. ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ്? നോക്കിക്കേ, 45 പ്ലസ് 30. ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്ത് എത്രയായിരിക്കും വരുന്നത്? എത്രയായിരിക്കും വരുന്നത്? 75 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഈ ഒരു സെറ്റ് സ്ക്വയറിൽ ഈ ഒരു 30 ഡിഗ്രിയും അടുത്ത സെറ്റ് സ്ക്വയറിൽ ഈ ഒരു 45 ഡിഗ്രിയും യൂസ് ചെയ്ത് നമുക്ക് എന്ത് വരയ്ക്കാം? 75 ഡിഗ്രി വരയ്ക്കാം. നമുക്ക് നോക്കിയാലോ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ എന്ത് വരയ്ക്കണം? നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വേണം. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? നമ്മൾ പറഞ്ഞു ഏതാണ്? 30ഉം 45ഉം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 70 വരുന്നത്. 30 പ്ലസ് 45 വരുമ്പോഴാണ് നമുക്ക് 75 വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെടുക്കണം? സെറ്റ് സ്ക്വയർ എടുക്കണം അല്ലേ? നമ്മുടെ സെറ്റ് സ്ക്വയർ എടുക്കാം.
ഇതാണ് നമ്മുടെ 45 വരുന്ന 45, 45, 90 വരുന്ന ഒരു സെറ്റ് സ്ക്വയർ. ഈ സെറ്റ് സ്ക്വയർ നമ്മൾ ഇതേപോലെ ഈ ലൈനിൻ്റെ മേലെ പ്ലേസ് ചെയ്യാം. കറക്റ്റായിട്ട് വരണം പ്ലേസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ 45 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത്. ഈ 45 ഡിഗ്രി സ്ട്രെയിറ്റ് ലൈൻ എവിടെ വരയ്ക്കണം? ഇതേപോലെ വരയ്ക്കണം. ഇപ്പം നമ്മൾ എന്ത് വരച്ചു? ഒരു 45 ഡിഗ്രി ആംഗിൾ വരച്ചു. ഇതാണ് നമ്മുടെ 45 ഡിഗ്രി ആംഗിൾ. ഓക്കെ, ഇനി എന്താണ് വരയ്ക്കേണ്ടത്? 30 ഡിഗ്രി ആംഗിൾ. നമ്മുടെ 30 ഡിഗ്രി ആംഗിളിൻ്റെ സെറ്റ് സ്ക്വയർ ഏതാണ്? ഇതാണ് നമ്മുടെ 30 ഡിഗ്രി ആംഗിളിൻ്റെ സെറ്റ് സ്ക്വയർ. ഈ സെറ്റ് സ്ക്വയറിൽ ഏത് പോർഷനാണ്? ഈ ഒരു കുഞ്ഞ് ആംഗിളാണ് എന്ത് 30 ഡിഗ്രി ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 30 ഡിഗ്രി വരയ്ക്കാൻ ഇതേപോലെ ഈ സെറ്റ് സ്ക്വയർ നമ്മൾ ഈ ലൈനിൻ്റെ മേലേക്ക് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സ്കെയിൽ യൂസ് ചെയ്ത് നമ്മുടെ പെൻസിൽ യൂസ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ എവിടേക്ക് വരയ്ക്കുക? ഈ ഒരു പോയിന്റിലേക്ക് വരയ്ക്കാം. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു 30 ഡിഗ്രി കൂടി കിട്ടി. നോക്കിക്കേ, നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 75 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരയ്ക്കാൻ സാധിക്കുമോ? എന്ത് യൂസ് ചെയ്തുകൊണ്ട്? സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട്. നമ്മളിവിടെ സെറ്റ് സ്ക്വയർ മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളൂ, നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തോ ഇല്ല. അപ്പോൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ 75 വരച്ചു. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഈ ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രി വരും? 75 ഡിഗ്രി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെ നമ്മൾ എങ്ങനെയാണ് ഒരു ആംഗിൾ വരയ്ക്കുന്നത് എന്ന് പഠിച്ചല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് വരയ്ക്കുന്നത്, പിന്നെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ ആംഗിൾ വരയ്ക്കാം എന്നെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സർക്കിളിനെ പാർട്ടീഷൻ രൂപേണ ഇതേപോലെ കളറിംഗ് പാർട്ടായിട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇൻ ഫിഗർ ബിലോ കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ഓൾ സർക്കിൾ ദ ഗ്രീൻ ആൻഡ് യെല്ലോ പാർട്സ് ആർ. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ യെല്ലോ പാർട്ടും ഈ ഗ്രീൻ പാർട്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫ്രാക്ഷൻ രൂപത്തിൽ കണ്ടുപിടിക്കണം. നമുക്ക് ഈ ആദ്യത്തെ തന്നെ സർക്കിളിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്കറിയാം ടോട്ടൽ ആംഗിൾ ഓഫ് എ സർക്കിൾ എത്രയാണ്? 360 ഡിഗ്രി. ഓക്കെ, ആ 360 ഡിഗ്രിയിൽ എത്ര പോർഷനാണ് നമ്മുടെ യെല്ലോ കളർ വന്നിരിക്കുന്നത്? എത്ര പോർഷനാണ്? 20 ഡിഗ്രിയിലാണ് നമ്മുടെ യെല്ലോ പോർഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 20 ഡിഗ്രി ബൈ 360 ഡിഗ്രി. ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യണം? ഏറ്റവും ചെറിയ രൂപേണ ആക്കണം. അതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യേണ്ടത്. ഫ്രാക്ഷൻ രൂപത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യണം? ചെറിയ പോർഷനിലേക്ക് ആക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? നോക്കിക്കേ, അതായത് ടോപ്പിലും താഴെയും നമുക്ക് എന്തുണ്ട്? സീറോസ് ഉണ്ട് അല്ലേ? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നമുക്ക് എന്തുണ്ട്? സീറോസ് ഉണ്ട്. അപ്പോൾ 0 കോമൺ ആണ്. ആ 0നെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. 0 പോട്ടെ. ഇനി ബാക്കി എന്തുണ്ട്? 2/36. ഈ 2/36നെ നമുക്ക് കോമൺ ആയിട്ട് കളയാം. ഏതിൻ്റെ ടേബിളിൽ കളയാം? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിച്ചിട്ടുണ്ട്. 12ൻ്റെ വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2ൻ്റെ ടേബിളിൽ എന്തുണ്ട്? 36 ഇല്ലേ? നമുക്ക് ചെയ്തുകൂടെ? 36/2 ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു നമ്പർ കിട്ടില്ലേ? എത്ര കിട്ടാം? 36/2 എത്ര കിട്ടും? 1, 2, 16 എത്ര വരും? 18. എത്രയാണ് വരുന്നത്? 18. 2 എത്ര പ്രാവശ്യമാണ്? 1. 1 × 2 2, 18 × 2 36. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 1/18. ഇതാണ് അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ഇതിനും ചെറുതാക്കി നമുക്കിനി എഴുതാൻ പറ്റില്ല. അപ്പോൾ യെല്ലോ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ ഫോം എന്താണ്? 1/18. ഇനി നമുക്ക് എന്ത് വേണം? ഗ്രീൻ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ ഫോം എഴുതണം അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത്. ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ, അതായത് 360 ഡിഗ്രിയിൽ എത്ര ഡിഗ്രി പോയി? 20 ഡിഗ്രി പോയി. ബാക്കി എത്രയുണ്ട്? 360 -20. അതായത് 360യിൽ നിന്ന് 20 പോയി. മൈനസ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്? 340 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ 340 ഡിഗ്രിയുടെ നമുക്കിനി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 340 ഗ്രീൻ പോർഷൻ്റെ ആയതുകൊണ്ട് ഗ്രീൻ കളറിൽ കൊടുക്കുകയാണ് കേട്ടോ. 340 ഡിഗ്രി ബൈ ടോട്ടൽ ആംഗിൾ ഓഫ് എ സർക്കിൾ എത്രയാണ്? 360 ഡിഗ്രി.
ഇവിടെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ഫോമിലാക്കാം? ഇവിടെയും നോക്കിയേ, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എന്തുണ്ട്? കോമൺ ആയിട്ട് 0 ഉണ്ട്. ആ 0നെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ബാക്കി എന്തുണ്ട്? 34/36. ഈ 34 എന്തിലുണ്ട്? 2ന്റെ ടേബിൾ ഉണ്ട്, 36 ഉണ്ട്. എന്ത്? 2ന്റെ ടേബിൾ. നമുക്ക് 34നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 17. എത്രയാണ് കിട്ടുന്നത്? 17. അതേപോലെ 36നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18. ഇതിൽ കൂടുതൽ ഇതിനെ നമുക്ക് ചെറുതാക്കി ഫ്രാക്ഷൻ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഫോം ഏതാണ്? 17/18. അപ്പോൾ നമ്മൾ യെല്ലോ പാർട്ടിൻ്റെയും ഗ്രീൻ പാർട്ടിൻ്റെയും ഈ ഫസ്റ്റ് സർക്കിളിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സർക്കിളിൻ്റെ എല്ലാം എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും നിങ്ങളുടെ റഫ് ബുക്കിൽ ഒന്ന് എഴുതി നോക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സർക്കിളിനെ ഫ്രാക്ഷൻ രൂപത്തിൽ തന്നു. ഇപ്പം നമുക്ക് കളർ ചെയ്ത് തന്നിട്ട് നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പഠിച്ചു. ഇനി അതേപോലെ ഫ്രാക്ഷൻ രൂപത്തിൽ നമുക്ക് തരാണ്. അതിന് നമുക്ക് എങ്ങനെ സർക്കിളിൽ കളർ ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഫോം ഏതാണ്? 3/8 അല്ലേ? 3/8 എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ കണക്കാക്കാം? എത്ര? 8ൽ 3 ഭാഗമാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗം. ഇതാണ് നമ്മുടെ സർക്കിൾ. ഈ സർക്കിളിനെ എത്ര ഭാഗങ്ങളായിട്ട് തിരിക്കണം? 8 ഭാഗങ്ങളായിട്ട് തിരിക്കണം. അതിൽ എത്ര ഭാഗം നമുക്ക് കളർ ചെയ്യണം? 3 ഭാഗം നമുക്ക് കളർ ചെയ്യണം. അപ്പോൾ എങ്ങനെ 8 ഭാഗങ്ങളായിട്ട് തിരിക്കാം? നമ്മൾ സ്കെയിൽ വെച്ചൊക്കെ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ പ്രൊട്രാക്ടറൊക്കെ പരിചയപ്പെടുന്നതിന് മുൻപായിരുന്നു. ഇപ്പം നമ്മളൊരാളെ പരിചയപ്പെട്ടു. ആരാണ്? നമ്മുടെ പ്രൊട്രാക്ടർ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്കറിയാം ടോട്ടൽ ആംഗിൾ ഓഫ് എ സർക്കിൾ എത്രയാണ്? ടോട്ടൽ ആംഗിൾ ഓഫ് സർക്കിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഓക്കെ, ഈ 360 ഡിഗ്രീനെയാണ് നമുക്ക് എത്രയായിട്ട് തിരിക്കേണ്ടത്? 8 ഭാഗങ്ങളായിട്ട് തിരിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? 360/8 എത്ര കിട്ടും? 360നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടി എല്ലാവർക്കും? ഒരു 45 ഡിഗ്രി കിട്ടിയോ? ഓക്കെ, അപ്പം നമുക്ക് ഒരു ആംഗിൾ വരുന്നത് എത്രയായിരിക്കും? 1 ആംഗിൾ. അതായത് നമ്മൾ ഈ സർക്കിളിൽ 8 ഭാഗങ്ങളായിട്ട് തിരിക്കണം. അതിന് ഒരു ആംഗിൾ വരുന്നത് എത്രയാണ്? 45 ഡിഗ്രിയാണ് വരുന്നത്. അതെങ്ങനെ വരയ്ക്കാം നമുക്ക്? നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സർക്കിളിലെ സെൻറ്റർ പോർഷനാണിത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി എന്ത് ചെയ്യണം? നമുക്ക് പ്രൊട്രാക്ടർ വേണം അല്ലേ? ഇതാണ് നമ്മുടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് എത്ര ഡിഗ്രിയാണ് നമുക്ക് വരയ്ക്കേണ്ടത്? 45 ഡിഗ്രിയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. എവിടെയാണ് നമ്മുടെ 45 ഡിഗ്രി? നോക്കിക്കേ, 0, 10, 20, 30, 40, 50ലേക്ക് കിടക്കരുത്. 45 എന്ന് പറയുന്നത് 40ക്കും 50ക്കും സെൻറ്ററിൽ. ഇവിടെയാണ് നമ്മുടെ 45 ഡിഗ്രി വരുന്നത്. ഇനി എന്ത് ചെയ്യണം? ആ 45 ഡിഗ്രി മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ 45 ഡിഗ്രി എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ എത്ര ഭാഗങ്ങളായിട്ട് തിരിക്കണം? 8 പോർഷൻസ് ആയിട്ട് നമുക്ക് തിരിക്കണം. അപ്പോൾ എങ്ങനെ തിരിക്കാം? 1, 2, ഓക്കെ. നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ശരിക്കും ഇവിടെ 45 എടുത്ത പോലെ തന്നെ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് 45 ഡിഗ്രി 45 ഡിഗ്രി 45 എല്ലാ ആംഗിൾ എത്ര വരണം? 45 എന്ന ക്രമത്തിൽ വരണം. ഓക്കെ, ഇതാണ് നമ്മുടെ 8 ഭാഗങ്ങളായിട്ട് 8 ഈക്വൽ പോർഷൻ ആയിട്ട് തിരിച്ചിരിക്കുന്ന സർക്കിൾ എന്ന് പറയുന്നത്. ഈ സർക്കിളിൽ നമുക്ക് എത്ര ഭാഗം ഷെയ്ഡ് ചെയ്യണം? 3 ഭാഗം നമുക്ക് ഷെയ്ഡ് ചെയ്യണം. ഏത് 3 ഭാഗം ഷെയ്ഡ് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള 3 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം? നിങ്ങളുടെ പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3 പോർഷൻ ഷെയ്ഡ് ചെയ്യാം. ഇതാണ് എന്ത് ഫോം എന്ന് പറയുന്നത്? ഈ സർക്കിളിൽ 3/8 ഫോം എന്ന് പറയുന്നത്. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ അതെല്ലാം ചെയ്ത് നോക്കണം. അതെല്ലാം ഹോംവർക്കായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്?
എങ്ങനെയാണ് ഒരു ആംഗിൾ മെഷർ ചെയ്യുക അല്ലേ? നമ്മളൊരു പുതിയ ആളെ പരിചയപ്പെട്ടു. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ നമ്മുടെ ഒരു പുതിയ കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെട്ടു. ആരാണത്? പ്രൊട്രാക്ടർ. ആ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് എങ്ങനെ ആംഗിൾ വരയ്ക്കാം എന്ന് പഠിച്ചു. അതേപോലെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് എങ്ങനെ ആംഗിൾ വരയ്ക്കാം എന്ന് പഠിച്ചു. അതേപോലെ സർക്കിളിൽ കളർ ചെയ്ത പോർഷൻ എങ്ങനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം എന്ന് പഠിച്ചു. ഇനി ഫ്രാക്ഷൻ രൂപത്തിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സർക്കിൾ വരച്ച് നമുക്ക് കളർ ചെയ്യാം എന്ന് പഠിച്ചു. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ എടുത്ത ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മിസ് എന്തായാലും അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.